ഗൈസ് പൊരിവെയിലത്ത് ഒരു ഹോട്ടലിൽ തേടി നമ്മൾ അലയുകയാണ് സുഹൃത്തുക്കളെ. അലയുകയാണ്, ഹോട്ടലല്ല, നമുക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ മതി. படிக்குத பிள்ளர் அம்மா வந்து கேஷ் தந்து விட்டு இங்க வந்து கண்டுட்டு வீட்டுக்கு போ. அதனால ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് ഞാനൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടീ അളത്തി ഗൈസ് വരുന്നേ. ഹായ്, எங்க போறேன்? தென்காசி. അപ്പോൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വഴിയരിയിൽ കണ്ട ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ സ്നാക്സ് ഒക്കെ ഉള്ള കടയായിരുന്നു കേട്ടോ. ചേച്ചി വേറൊരു സാധനം തരാം. അതും ഇപ്പൊ വേണ്ട, വേണ്ട, എനിക്ക് പഴംപൊരി ഉണ്ട്. അപ്പം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഒന്നേന്ന് പറ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പം ഇതാണ് കഴിക്കാൻ പോകുന്നത്. പഴം എല്ലാം ബിക്കോസ് നമ്മൾ ഹെൽത്തി. അപ്പം നമ്മുടെ ഈ യാത്ര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ യാത്ര തുടങ്ങി. പോകുന്ന വഴി ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പോകുന്ന വഴി എനിക്ക് തോന്നുന്നു തെങ്കാശിക്ക് പോകുന്ന വഴിയാണ് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ടുള്ളതെന്ന് തോന്നുന്നു, തെങ്കാശിയിലെ കാഴ്ചകളെക്കാട്ടിൽ. നമ്മളിപ്പോ കുളത്തുപുഴ കഴിഞ്ഞു. ചേച്ചി, കടയിൽ ആളുണ്ടോ? കടയിൽ ആളില്ല ഗൈസ്. നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്തിട്ട് ഓടി വൈറലായല്ല. അപ്പൊ നമുക്ക് പോവാം, നെക്സ്റ്റ് കടയിൽ പോവാം. വേണ്ട. പോകുന്ന വഴിയിൽ ഇതുപോലെ നിറയെ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡിൻ്റെ നടുക്കൂടെയൊക്കെയാണ് കയറി വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും, അതായത് തെമ്മല ഭാഗത്തോട്ട് എത്തും തോറും ചെറിയ ചെറിയ അമ്പലങ്ങൾ, ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാടുള്ളൊരു ഏരിയ ആയിട്ട് തോന്നി. പിന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു എന്താണെന്നറിയില്ല, ഒരു ടണൽ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് പോവേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ യാത്ര ചെയ്ത് പോകാമായിരുന്നു. കാഴ്ചകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കാഴ്ചകളാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പോവേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. Guys, we got one rambutan. ചേട്ടൻ്റെ പേര്?
ഏത് കൊള്ളാം നോക്ക്. ഇതീന്ന് വാങ്ങാം. ചേട്ടാ 200 കാക്കില മതി. നമുക്ക് രണ്ടുപേർക്കും ജസ്റ്റ് ഇപ്പൊ പോകുന്ന വഴിക്ക് കഴിക്കാനാ. നമ്മളിപ്പോ തെങ്കാശിയിലോട്ട് പോകുന്ന ഏകദേശം റൂട്ടിലെത്തി. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ, ഒരു രക്ഷയില്ല. 2 സൈഡിലും നെൽപ്പാടങ്ങളാണ്. അടിപൊളി ലൊക്കേഷൻ. പക്ഷെ ചെറിയ വെയിലുണ്ട്. ഇപ്പം ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്. അപ്പൊ നമ്മളിപ്പം തെങ്കാശി എത്തി. ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് തെങ്കാശി ടെമ്പിൾ. സോ നമ്മളിവിടെ വണ്ടി വെച്ചു. ഇനി നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ് കേട്ടോ. കാറ്റുണ്ട് കേട്ടോ, ഇവിടെ ഭയങ്കര കാറ്റാണ്. ചേച്ചി ഹായ്. ഭയങ്കര വെയില് ഗൈസ്, ഒരു രക്ഷയില്ല. അതൊക്കെ ബാക്കിൽ കാണുന്നതാണ് ടെമ്പിൾ. ഗൈസ് നമ്മളിപ്പോൾ ഇതുവഴി നടക്കുവാണ് കേട്ടോ. ഹോട്ടൽ തപ്പിയാണ് നടക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഹണിയാണോ? ഹണി എന്റെ അമ്മ വിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടില് ഹോംലി സെയിൽ ഉണ്ട്. ഗൈസ് പൊരി വെയിലത്ത് ഒരു ഹോട്ടലിൽ തേടി നമ്മൾ അലയുകയാണ് സുഹൃത്തുക്കളെ. അലയുകയാണ്. ഹോട്ടലല്ല, നമുക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ മതി. ഇവിടെ കുറേ ഉണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ടെമ്പിളിനടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ ഒത്തിരി ഉണ്ട്, ഷോപ്പുകൾ കാര്യങ്ങളും. അത് ജ്യൂസ് കടയാണോ ചേച്ചി? ഫൈനലി നമുക്ക് ഹോട്ടൽ കിട്ടി. ചെറിയൊരു ഹോട്ടലാണ്, കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കയറി നമുക്ക് കഴിക്കാം. Guys, I got my puri, കുഞ്ഞി പൂരി. തോന്നുന്നു ഉച്ച ടൈമാണ്. അപ്പം ഇതാണ് ടെമ്പിൾ. നല്ല ആംബിയൻസ് ആണ് ഇവിടെ കേട്ടോ. ചെന്താമര എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ? അതാണിത് ഗൈസ്, ദിസ് ഈസ് ചെന്താമര. ചക്ക മാങ്ങ. ഗൈസ് ഐ ഗോട്ട് ചക്ക. ചേട്ടൻ എനിക്ക് ചക്ക തന്നു, നല്ല ചക്ക. ഐ ഗോട്ട് മാങ്ങ ഓൾസോ. അപ്പൊ എല്ലാരും ഇവിടെ വന്ന് ചക്ക മേടിക്കുക, ചക്ക മാങ്ങ എല്ലാം മേടിക്കുക. ദൈച്ചേട്ടൻ്റെ കടയാണ് കേട്ടോ. Good.
തെങ്കാശിയുടെ തെരുവോരങ്ങളിലൂടെ മാക്ക് ബാക്കര നടക്കുന്ന ഞാനും സൈനി ചേച്ചിയും. എല്ലാവരും ചേട്ടൻ്റെ കടയിലൊന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കണം കേട്ടോ. നമ്മളിവിടെ ഇരിക്കുവാണ് തളർന്ന്. ചേച്ചി ടയേർഡായി, ഞാൻ ടയേർഡല്ല. അപ്പോൾ നമ്മളിത് അവിടെ നിന്നൊരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചേട്ടന്മാർ നമുക്ക് സോഡ നാരങ്ങ വെള്ളം തരാം. വേണ്ടമ്മ വേണ്ട വേണ്ട വേണ്ടമ്മ. சின்ன பசங்க படிக்கிற பிள்ளைர் அம்மா வந்து கேஷ் தந்து விட்டு இங்க வந்து கண்டுட்டு வீட்டுக்கு போ. அதனால ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇതുപോലെ രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു കൈ നോക്കാൻ വേണ്ടിയിട്ട്. അവർ വന്നിട്ട് ഒരു വിധത്തിൽ അവർ നമ്മളെ വിടൂല, കൈ നോക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ മീൻസ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതായത് അവർ നമ്മളെ കയ്യിൽ ക്യാഷ് ഇരിക്കുന്നത് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. മീൻസ് കണ്ടത് കൊണ്ട് മനസ്സിലായോ. കാരണം എൻ്റെ അടുത്ത് അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ചേച്ചിയാണെങ്കിൽ ഇവിടെ ഷോപ്പിൽ ചെറിയ കടയിൽ നിന്ന് 20 രൂപയുടെ പേട മേടിച്ചപ്പം ചേച്ചി പേഴ്സ് തുറന്ന് പൈസ എടുത്തു. അപ്പോൾ അവരത് കണ്ടിട്ട് മറ്റേ ആളടുത്ത് പറഞ്ഞു അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, അവരത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, തരാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ സ്കാമൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അവർ വീണ്ടും അങ്ങനെ നിന്ന് ഭക്ഷണം ഇല്ലെങ്കിൽ വേണ്ട, അതിനുള്ള പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ 10 രൂപ വീതം കൊടുത്തിട്ടാണ് അവരെ ഓടിച്ച് വിട്ടത്. മീൻസ് അവർ അവര് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ചോദിക്കും കൈ നോക്കട്ടോ. അപ്പൊ നമ്മൾ വേണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് അവര് നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നോക്കണ്ട കഴിക്കാൻ ആക്ച്വലി ഇപ്പം 2 മണി ആവാറായി. ഇവരൊക്കെ ഓൾറെഡി ഇവിടുന്ന് ഫുഡ് ഉണ്ട്, ഇവിടുന്ന് കന്നദാനം അങ്ങനെയൊക്കെ ഉള്ളതാണ്. അവര് അതിന് വേണ്ടിയിട്ടല്ല ഇത് ഇങ്ങനെ. ഇപ്പൊ നമ്മളെ അടുത്ത് ഇത് മേടിച്ചു കഴിഞ്ഞാലും അടുത്തൊരാളുടെ അടുത്ത് പോയി ഇവർ ഇത് തന്നെയാണ് സെയിം പറയുന്നത്. അതിങ്ങനെ ഒരു തൊഴിലാണ്. അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോ നിൽക്കുന്നത് സുന്ദരപാണ്ഡ്യപുരത്താണ് കേട്ടോ. നമ്മൾ അന്യംപാറയിലോട്ട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി സീനുണ്ട്. അങ്ങനെ ഇവിടെ ഇറങ്ങിയേക്കുവാണ്. ഭയങ്കര നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ, അടിപൊളി. ഞാനിപ്പോൾ നിൽക്കുന്നത് പാടവരമ്പത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നോക്ക് ഗൈസ്. അപ്പൊ നമ്മള് കണ്ടത്ത് നിന്ന് കുറെ ഫോട്ടോയും പിക്ചേഴ്സും ഒക്കെ എടുത്തു. പശുണ്ട്, കാറ്റുണ്ട്, കൊള്ളാം. മസ്റ്റ് വിസിറ്റ്. 8 out of 10 ഗൈസ്. ഇവിടെ സൂക്ഷിച്ച് നടക്കണം, ഇല്ലെങ്കിൽ വീഴും. ബിക്കോസ് ഞാൻ വീണായിരുന്നു 2 തവണ. കുഴപ്പമില്ല. എൻ്റെ ചെരുപ്പ് നിങ്ങൾ ഷൂസൊക്കെ ഇട്ടിട്ട് ഇറങ്ങും കേട്ടോ. ഞാൻ ഷൂസ് അല്ല ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. ഇറ്റ്സ് കൂൾ, ഇറ്റ്സ് പീസ്ഫുൾ. ആക്ച്വലി ഇറ്റ്സ് പീസ്ഫുൾ. നോക്ക് ബാക്കിൽ മല, പാലം. സൈനേജ് അവിടെ കിടന്ന് ഭയങ്കര കൂക്ക് വിളിയും ബഹളമൊക്കെ. ചേച്ചി അത് മേടിക്കാം. അതെത്ര?
we are on 6th കട. റിനി എന്താ ചെയ്യണ? ചായ കുടിക്കാൻ സത്യസന്ധമായിട്ട് പറ. നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്ന്. അപ്പം ഇതെന്ന് വെച്ചാൽ ആൻറ്റി തന്നുവിട്ടതാണേ, ബ്രെഡും ജാമും ഒക്കെയാണ്. അപ്പം ഇത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്നിട്ട് 2 ഫോണ്. എന്റെ ഫോണ് ഡെഡായി. ഞാൻ ഇവിടെ ചാർജിന് ഇടാൻ വേണ്ടിയാണ് വന്നത്. ചായ നമ്മൾ ഒഴിച്ചിടാത്ത സാധനമാണ് കുടിക്കും. ഫോണ് ചാർജ് ചെയ്യുന്നപ്പോ ആക്ച്വലി ചാർജിന് ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടയിൽ കയറിയത്. പക്ഷെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ചായക്കടയാണ്. പക്ഷെ സെറ്റ് ചായ, നല്ല ചായ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ഒരു അപ്പൂപ്പനും അമ്മമ്മയും ഇവിടെ നെല്ലിക്കയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ 3 കവറുമായിട്ട് അവർ നിൽക്കുന്നത് കണ്ടു. കാരണം അവർ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു, തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് 2 കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1 കവറും കൂടി വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നെല്ലിക്ക വീട്ടിലുള്ളത് കൊണ്ട് ചേച്ചി വാങ്ങിയില്ല. നമ്മൾ അതിൽ നിന്ന് ഷെയർ ചെയ്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതും വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു തെങ്കാശിയിലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ തെങ്കാശി എക്സ്പ്ലോർ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പോകുമ്പോൾ രാവിലെ പോവുക, രാവിലെ പോയിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല, പക്ഷേ മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പയ്യന്മാരൊക്കെയാണ്. നമ്മൾ തെങ്കാശി ഫുൾ എക്സ്പ്ലോർ ചെയ്തു. മാക്സിമം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. തിരിച്ച് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഏകദേശം വൈകുന്നേരമായി. നമ്മളിപ്പോൾ അതിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് തെങ്കാശി, പിന്നെ നമ്മുടെ ടെമ്പിള്, പിന്നെ നമ്മൾ അതിൽ നമ്മൾ പാറയുടെ ആ ഒരു സംഭവം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു, പേര് വിട്ടുപോയി. അപ്പം ഇതൊക്കെയാണ് മാക്സിമം നമുക്ക് 1 ഡേ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീണ്ടും പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി പുതിയ വീഡിയോസ് ആയിട്ട് നാളെ കാണാം. ഓക്കെ ഗൈസ്, ബൈ. ഗൈസ്, ഇത് വീണ് കിടക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിനി തല ഉത്തര വീണ് സാഷ്ടാംഗം നമിച്ചതാണ്. മണ്ണ് കൊള്ളാം, നല്ല ഉറപ്പുണ്ട്. കേറാൻ പറ, നല്ലത് തന്നെ. വേറെ 1 2 3